എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വീണ്ടും പി രാജീവിന്, മുൻ മന്ത്രിയായിരുന്ന പി രാജീവിന് രൂക്ഷ വിമർശനം ഏറ്റിരിക്കുകയാണ്. പാർട്ടിയിൽ പിണറായിയുടെ ഏകാധിപത്യമാണെങ്കിൽ എറണാകുളത്ത് പി രാജീവിന്റെ ഏകാധിപത്യം എന്നാണ് രൂക്ഷമായ ഒരു വിമർശനമായി ഉയർന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക നിർബന്ധിപ്പിച്ച് അംഗീകരിപ്പിച്ചുവെന്നും ജില്ലയിലെ സമ്പൂർണ്ണ തോൽവിക്ക് കാരണം പി രാജീവ് എന്നുമാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പ്രസ്താവനകൾ തള്ളിപ്പറയാതിരുന്നത് തിരിച്ചടിയായി എന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. മുഹമ്മദ് റഫീഖ് വിവരങ്ങൾ നൽകും. റഫീഖ്, കളമശ്ശേരിയിലെ തോൽവി അത് വലിയ തിരിച്ചടിയായിരുന്നു CPM-നെ സംബന്ധിച്ച്. വ്യവസായ മന്ത്രി പി രാജീവിന് തോൽവി നേരിടേണ്ടി വരിക എന്ന് പറയുമ്പോൾ നോക്കൂ, അതിൽ രാജീവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയുള്ള വിമർശനങ്ങളാണോ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നത്? വിനീഷ, ദിവ്യ, CPM ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും പി രാജീവിനെ പേരെടുത്തു പറഞ്ഞുള്ള വിമർശനങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പി രാജീവിന്റെ തോൽവി മാത്രമല്ല, ജില്ലയിലെ മൊത്തം തോൽവിയും, അതുപോലെ CPM ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന 2 മണ്ഡലങ്ങളുണ്ടായിരുന്നു, വൈപ്പിനും അതുപോലെ കൊച്ചിയും. ഈ 2 മണ്ഡലങ്ങളിലെ തോൽവിയിലും എല്ലാം പി രാജീവിന്റെ ഇടപെടലുകൾ കാരണമായി എന്നുള്ള വിലയിരുത്തൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭരണ നേതൃത്വവും പാർട്ടി നേതൃത്വവും ഒന്നായി മാറിയതാണ് ഏറ്റവും പ്രധാന വിഷയമായി മാറിയത്. അതുകൊണ്ട് തിരുത്തലുകൾ ഉണ്ടായിരുന്നില്ല. സാധാരണ രീതിയിൽ ഭരണ നേതൃത്വത്തെ പാർട്ടി നേതൃത്വം തിരുത്താറുണ്ട്. ജില്ലയിലടക്കം സംസ്ഥാനത്തിലുള്ള പോലെ, അതായത് സംസ്ഥാന തലത്തിൽ പിണറായിയാണ് ഭരണ നേതൃത്വവും പാർട്ടി നേതൃത്വവും ആയതെങ്കിൽ ജില്ലയിൽ അത് പി രാജീവായി മാറി എന്നുള്ള വിമർശനമാണ് വരുന്നത്. ഇത്തരത്തിൽ തിരുത്തലുകൾ ഉണ്ടായില്ല. അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റും പൂർണ്ണമായും നിർജ്ജീവമായി പോയി എന്നുള്ള പരാതികളും അംഗങ്ങൾ തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്.